സംഭവ വികാസങ്ങൾ ഇവിടെ സഖാവ് സുമേഷ് പ്രതിപാദിച്ചു. ഡിവൈഎഫ്ഐ നിങ്ങൾ ഏവരും അറിയുന്നത് പോലെ തന്നെ ഈ രാജ്യത്തെ ഏറ്റവും അധികം അംഗങ്ങളുള്ള യുവജന പ്രസ്ഥാനം. അതിലൊരു തർക്കമില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ സമ്മതിക്കും, യുവമോർച്ചക്കാർ സമ്മതിക്കും, യൂത്ത് ലീഗുകാർ സമ്മതിക്കും. ലോകത്തെ ഏറ്റവും അധികം അംഗങ്ങളുള്ള യുവജന സംഘടനയിൽ രണ്ടാമത്തേതാണ് ഡിവൈഎഫ്ഐ. ഗണപരമായി മാത്രമല്ല ഗുണപരമായും ഡിവൈഎഫ്ഐ രാജ്യത്തെ നമ്പർ 1 യുവജന പ്രസ്ഥാനം. അത് പ്രക്ഷോഭ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് മാത്രമല്ല, ജനങ്ങളെ ബാധിക്കുന്ന അനീതി കണ്ടാൽ ചെറുക്കുന്ന, മുഖം നോക്കാതെ നിലപാടെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ ത്യാഗോജല പോരാട്ടങ്ങൾ മാത്രമല്ല ഡിവൈഎഫ്ഐയെ മുൻപന്തിയിലെത്തിച്ചത്. സമൂഹത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ശരിയായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ജനങ്ങൾക്ക് എന്ത് പ്രശ്നവും വന്നാൽ ജലത്തിലെ മത്സ്യത്തെ പോലെ ഓടിയെത്തുന്നവനാണ് ഡിവൈഎഫ്ഐ. രക്ത നിർണയ ക്യാമ്പ്, അതുപോലെ തന്നെ നേത്ര പരിശോധന, സൗജന്യ പുസ്തക വിതരണം, ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ സർഗാത്മകമായ ഇടപെടലുകൾ, ഇതൊക്കെ നടത്തിയിട്ടാണ് ഡിവൈഎഫ്ഐ ഇന്നത്തെ ഡിവൈഎഫ്ഐ ആയത്. ഇതിലെല്ലാം അപ്പുറത്തേക്ക് ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. അഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ പൊതുസമ്മേളനം നടക്കുമ്പോൾ ഈ സമ്മേളനം നടത്തുന്ന 2 യൂണിറ്റുകൾ സമ്മേളനം കഴിഞ്ഞു. കേരളത്തിലാകെ യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കുന്നു. കൃത്യമായി ജനാധിപത്യപരമായി സമ്മേളനം നടത്തി നാട് നേരിടുന്ന, യൂണിറ്റിലെ പ്രദേശം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണുന്ന പ്രമേയങ്ങളും തീരുമാനങ്ങളും എടുത്ത് ഐകകണ്ഠേന വരുന്ന വർഷക്കാലയളവിൽ ഈ കമ്മിറ്റിയെ നയിക്കാനുള്ള ഭാരവാഹികളെ ഉൾപ്പെടെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ രീതി, അതൊരു മറ്റൊരു പ്രസ്ഥാനത്തിനുള്ള. യൂത്ത് കോൺഗ്രസിന്റെ സ്ഥിതി നമുക്ക് അറിയാം. ഇപ്പൊ ലിജു തന്നെ പാവം ആകെ കുലുമാലായി കിടക്കുകയാണ്. യൂത്ത് ലീഗ് പിന്നെ സമ്മേളനം നടത്തലില്ല, കുറെ നടത്തിയിട്ട്. പിന്നെയുള്ള യുവമോർച്ചയാണ്, അതിന് നോമിനേഷനാണ്. ഇതിന്നൊക്കെ വ്യത്യസ്തമാണ് ഡിവൈഎഫ്ഐ സമ്മേളനം നടത്തുന്നു എന്ന് മാത്രമല്ല, സമ്മേളനത്തിനകത്ത് എല്ലാവിധ വിഷയങ്ങളിലും ചർച്ച നടത്തുന്നു. ഇവിടെ 2 ഗവൺമെന്റ് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2 UPA ഗവൺമെന്റും കേരളം ഭരിക്കുന്നത് LDF ഗവൺമെന്റ്. ഇവിടെ പറഞ്ഞു, ഒന്ന് സാമ്രാജ്യത്വത്തിന്റെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമുള്ള മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ഏത്? അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ്. സാധാരണക്കാരന്റെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, വിവിധ മേഖലകളിലുള്ളവരുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനവിഭാഗങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് ഏതാ? അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ബഡ്ജറ്റ് കണ്ടാൽ മതി. ഒന്ന് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റും മറ്റൊന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റും. രണ്ടും കണ്ടാൽ 2 ഗവൺമെന്റിന്റെ സ്വഭാവം പെട്ടെന്ന് മനസ്സിലാക്കാം. സ്വഭാവം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ ഡിവൈഎഫ്ഐ എതിർക്കുന്നത്. എന്നാൽ അഹമ്മദ് സാഹിബ് ഇവിടെ വന്ന്, മൂപ്പര് സാധാരണ ഗസ്റ്റ് ഹൌസിലാണ് കേന്ദ്രമന്ത്രിമാർ വരിക. പക്ഷെ അഹമ്മദ് സാഹിബ് എന്റെ പ്രിയപ്പെട്ട ലീഗുകാരാ വരിക മലബാർ പാലസിലാണ്. കോഴിക്കോട്ട് അങ്ങാടിയൊക്കെ ബന്ധമുള്ളവർക്ക് ശരിക്കും അറിയാം. ഭരണഘടനയുടെ തത്വങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി വന്ന് വിശ്രമിക്കുന്നത് മലബാർ പാലസിലെ സ്വകാര്യ ഹോട്ടലിൽ. അവിടുന്ന് അഹമ്മദ് സാഹിബ് പറഞ്ഞു, ഡിവൈഎഫ്ഐക്കാരന്റെ പിന്നാലെയാണ് എന്ത് പറഞ്ഞാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച. 8 മാസം 10 മാസമായി അഹമ്മദ് സാഹിബ് റെയിൽവേ സഹമന്ത്രിയായിട്ട്. എടുക്കുന്ന നിലപാടൊക്കെ അങ്ങനത്തെയാണ്. പിന്നെ മാർച്ച് നടത്താതിരിക്കാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഡിവൈഎഫ്ഐ സമരം നടത്തുന്നത് ഒരു പിന്നാലെ അതിനെ കൊണ്ടല്ല, ജനവിരുദ്ധ നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടാ. അതവിടെ കാണുന്ന ഒരുപാട് വിഷയമുണ്ട്. കേരളത്തിന് ഇത്തവണ കിട്ടിയൊരു പ്രത്യേകത എന്താ? കേരളത്തിന് കിട്ടിയൊരു പ്രത്യേകത 1/2 ഡസൻ ക്യാബിനറ്റ് സഹമന്ത്രിമാര് കേരളത്തിലുണ്ട്. AK ആന്റണി മുതൽ വയലാർ രവി, ശശി തരൂര്, തോമസ് മാഷ് ഉൾപ്പെടെ അഹമ്മദ് സാഹിബ് വരെ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ 6 പേര്. എന്താ ഈ 6 പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? മമതാ ബാനർജി, പശ്ചിമ ബംഗാളുകാരിയായ മമതാ ബാനർജി തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷൻ മുതൽക്ക് ട്രെയിനൊക്കെ ബംഗാളിലേക്ക് കൊണ്ടുപോയി. കാരണം ബംഗാളുകാരിയായതുകൊണ്ട്. അങ്ങനെ വേണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാലും
കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച് വളർന്ന് കളിച്ച് രാഷ്ട്രീയത്തിലൂടെ വന്ന് രാജ്യസഭയിലൂടെയും ലോകസഭയിലൂടെയും മന്ത്രിമാരായ ഈ അരഡസൻ മന്ത്രിമാർ അള്ളു വെക്കാൻ പാടുണ്ടോ കേരളത്തെ? അതാ നമ്മൾ ചോദിക്കുന്നത്. അർഹമായത് കേരളത്തിന് കിട്ടുകയാണെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ ഈ കേന്ദ്രമന്ത്രി പദവി ഉപയോഗിക്കുക. ഓരോരുത്തരും ഞാൻ വിശദീകരിക്കുന്നു. ഒന്ന് ശശി തരൂർ അവിടെ സൂചിപ്പിച്ചല്ലോ, IPL കൊച്ചിയിൽ ഒരു ടീം. ക്രിക്കറ്റ് നമ്മൾ ആരും എതിരല്ല. കോടികൾ ചെലവഴിക്കുന്ന ഊഹക്കച്ചവടത്തിൽ ഒരു കേന്ദ്രമന്ത്രി പങ്കെടുക്കണോ വേണ്ടിയോ എന്നുള്ള പ്രശ്നം. മോഹൻലാലും ലോഹിക്കാരും പ്രിയദർശനും കൂടി ആദ്യം IPL കേരളത്തിൽ കൊണ്ടുവരാൻ നോക്കിയപ്പോ പാര വെച്ച് വീഴ്ത്തി ശശി തരൂർ എന്ന് പിന്നീട് പ്രിയദർശൻ തന്നെ പറയുന്നിടത്തേക്ക് എത്തി, പരസ്യമായിട്ടല്ലെങ്കിലും ചാനലിൽ. പിന്നീട് പിറ്റേന്നത്തെ പേപ്പർ കണ്ട കേരളത്തിലെ എല്ലാ പ്രശ്നവും തീരുന്നു, പട്ടിണി തീർന്നു, വിലക്കയറ്റം തീർന്നു, കേന്ദ്രത്തിന്റെ നിലപാട് കാരണം, ആസിയൻ കരാറ് കാരണമുള്ള പ്രശ്നമൊക്കെ തീർന്ന് IPL ടീം കൊച്ചിയിൽ. ഇതാണ് പ്രശ്നം. മലയാള മനോരമ രാവിലെ കണ്ടപ്പോ ബേജാറായി. ഇത് എന്താണ് നോക്കുമ്പോ IPL കൊണ്ടുവന്ന ശശി തരൂരിന്റെ 2 കളർ ഫോട്ടോ ആണ്. ശശി തരൂരിന്റെ പ്രത്യേകത എന്താ കോൺഗ്രസ്സുകാരെ ലീഗുകാരെ ശശി തരൂരിന്റെ പ്രത്യേകത? മൂപ്പര് രാഷ്ട്രീയക്കാരനായി വന്നതല്ല, തുറന്നു പറയും എല്ലാ കാര്യം. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഒക്കെ തുറന്നു പറയും. വി മസ്റ്റ് ഫോളോ ദി കൾച്ചർ ഓഫ് അമേരിക്ക. നമ്മൾ അമേരിക്കയുടെ സംസ്കാരം അതേപടി പിന്തുടരണമെന്ന് പറഞ്ഞ മന്ത്രിയാണ് ശശി തരൂർ. ഞാൻ ഈ അടുത്ത് അമേരിക്കന്റെ ഒരു സംസ്കാരം ഒരു പുസ്തകത്തിൽ വായിച്ച് ബേജാറായി. അമേരിക്കയിലെ ഒരു സ്ത്രീ, നമ്മൾ പറയാം മദാമ, 4 ആൺകുട്ടികൾ അമ്മയാണ്. എന്താ പ്രത്യേകത അറിയോ? പ്രത്യേകത വേറൊന്നുമില്ല, 4 ആൺകുട്ടികൾക്ക് ഒറ്റ പേരാണ്, ടോം. അപ്പൊ ഒരാൾ ഈ സ്ത്രീയോട്, ഈ മദാമയോട് ചോദിക്കും, അല്ലേ നിങ്ങൾ 4 ആൾക്കും ഒരു പേരിട്ട ടോം നിട്ടാൽ വല്ല കല്യാണപ്പരയെന്നോ അല്ലെങ്കിൽ കൂട്ടായ ഏതെങ്കിലും സ്ഥലങ്ങളിൽ 4 ആളുള്ളപ്പോ ടോം എന്ന് വിളിച്ചാൽ ഈ 4 ആളും കൂടി നിങ്ങളടുത്ത് ഓടി വരില്ല, എന്താ നിങ്ങൾ ചെയ്യാൻ? അപ്പൊ മദാമ പറയും, അതിന് പ്രശ്നമില്ല, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഞാൻ ടോം എന്ന് വിളിക്കുന്നതോടൊപ്പം തന്നെ അവരവരുടെ അച്ഛന്മാരുടെ പേരും കൂടി അതിന്റെ വയ്യിൽ അങ്ങോട്ട് കൂട്ടി വിളിക്കുന്ന. അത് പിന്നെ